അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫെമിനിസത്തിൻ്റെയും സ്വതന്ത്ര ചിന്തയുടെയും കുടക്കീഴിൽ ആധുനികത അരങ്ങു തകർക്കുന്ന ഒരു കാലസന്ധിയിലൂടെയാണ് നാം ഏവരും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പലയിടങ്ങളിലും സ്ത്രീ ശാക്തീകരണത്തിൻ്റെയും സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെയും മുദ്രാവാക്യങ്ങൾ മുഴങ്ങി കേൾക്കുന്നുണ്ട്. എന്നാൽ അതിലേറെ ലോകം മുഴുവനും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് സ്ത്രീ സമൂഹം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യാതനകളിലേക്കും അതിക്രമങ്ങളിലേക്കുമാണ്. എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഇത്തരുണത്തിൽ ഇത്രമാത്രം അതിക്രമങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്നത്? സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, സ്ത്രീ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അരക്ഷിതാവസ്ഥയുടെ കാരണങ്ങളെ നാം കൃത്യമായി വിശകലനം ചെയ്യേണ്ടതുണ്ട്. കണക്കുകൾ പരിശോധിച്ചാൽ 2024 മാത്രം ലോകത്ത് മൊത്തത്തിൽ 50,000-ഓളം, 1,00,000-ഓളം സ്ത്രീകളെയാണ് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. ഇനിയും നാം നോക്കിയാൽ കഴിഞ്ഞ വർഷത്തിൽ മാത്രമല്ല 340 മില്യണോളം, നിങ്ങൾ ശ്രദ്ധിക്കണം, 340 മില്യണോളം സ്ത്രീകളെ, 18 വയസ്സ് തികയാത്ത പ്രായപൂർത്തിയാകാത്ത പെൺകിടാങ്ങളെ റേപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ലോകത്ത്. എന്തുകൊണ്ടാണ് സ്ത്രീ ശാക്തീകരണത്തിനു വേണ്ടിയും സ്ത്രീ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും മുറവിളി കൂട്ടുന്ന ഫെമിനിസ്റ്റുകൾ ഇക്കാര്യങ്ങൾ മറന്നുപോകുന്നത്, കാണാത്തതായി ഭവിക്കുന്നത്? ഇതിന്റെ ഭവിഷ്യത്തുകൾ വളരെ വലുതാണ്. വിശുദ്ധ ഇസ്ലാം 14 നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഒരു സ്ത്രീക്ക് ഈ ലോകത്ത് മാന്യമായി ജീവിക്കാൻ അനിവാര്യമായ, ആവശ്യമായ സകലമാന അവകാശങ്ങളെയും സ്വാതന്ത്ര്യങ്ങളെയും വകവെച്ചു നൽകുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ 33-ാം അധ്യായത്തിന്റെ 59-ാം വചനത്തിലൂടെ നാഥനായ റബ്ബ് ഈ ലോകത്തോട് പറയുന്നുണ്ട്: ഓ നബിയെ, അങ്ങയുടെ ഭാര്യമാരോടും വിശ്വാസിനികളോടും പറയുക, അവരുടെ മൂടുപടങ്ങൾ താഴ്ത്തിയിടട്ടെ, അത് അവരെ ശല്യങ്ങളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും സംരക്ഷിക്കും. വിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിന്റെ മനോഹാരിത എത്രത്തോളമാണ്! പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്തരത്തിൽ നാം നോക്കിയാൽ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ വർഷത്തിലേറെ 81% സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചിരിക്കുന്നത്. സ്ത്രീ ശാക്തീകരണത്തിനു വേണ്ടി നമ്മുടെ നാട്ടിൽ പല പല ടീമുകളും രംഗത്തു വരുമ്പോൾ, സ്ത്രീ ശാക്തീകരണത്തിന്റെ പേരിൽ മുതലാളിത്ത വ്യവസ്ഥയുടെ, മുതലാളിത്ത സംവിധാനത്തിന്റെ കീഴിൽ ചുരുങ്ങിപ്പോകുന്ന ഒരു കേവലം നാമമാത്ര സംഘടനകളായി സ്ത്രീ ശാക്തീകരണ സംഘടനകൾ പരിണമിക്കുന്നതായി കാലം നമുക്ക് മുന്നിൽ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനിയും നാം നോക്കിയാൽ സ്ത്രീധനത്തിന്റെ വിഷയത്തിൽ വിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എങ്ങനെയാണ്? നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കാലങ്ങളിലായി എത്രമാത്രം പെൺകുട്ടികളാണ്, യുവതികളാണ് സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നത്, ക്രൂരമായ ബലാത്സംഗത്തിന്, പീഡനങ്ങൾക്കിരയായിക്കൊണ്ടിരിക്കുന്നത്? എത്രമാത്രം വിദ്യാർത്ഥിനികളാണ്, യുവതികളാണ്, എത്ര പെൺകുട്ടികളാണ് അവർ പരിത്യാഗം വഹിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് സ്ത്രീധനം എന്ന ഈ വിഷയം? ഈ ആധുനിക കാലഘട്ടത്തിൽ നാം ആലോചിക്കണം. 14 നൂറ്റാണ്ടുകൾക്ക് മുന്നേ വിശുദ്ധ ഇസ്ലാം മഹർ എന്ന ക്രിയാത്മകമായ, പ്രായോഗികമായ വ്യവസ്ഥയെ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ്. സ്ത്രീ സമൂഹം അവകാശ നിഷേധത്തിന്റെ കയ്പ് നീര് ഞെരിച്ചിറക്കിയ കാലത്തേക്കാണ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവതീർണനാകുന്നത്. അക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നോട്ട് വച്ച ആശയങ്ങൾ ഇന്നും ആധുനികതയുടെ അപ്പോസ്തലന്മാർ കൊടികുത്തി വാഴുന്ന ഈ 2025 പോലും പ്രയോഗവൽക്കരിക്കാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടെങ്കിൽ, സ്ത്രീകൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അരക്ഷിതാവസ്ഥയ്ക്ക് വിശുദ്ധ ഇസ്ലാം കാലങ്ങൾക്ക് മുന്നേ കണ്ടുവച്ച പരിഹാരങ്ങൾ എത്ര മഹത്തരമാണെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്.
ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വച്ച മഹിതമായ മാനവികമായ സ്ത്രീ സംരക്ഷണ മൂല്യങ്ങളെ നമുക്ക് മുന്നേറാം, അതിനെ ശിരസാവഹിച്ചുകൊണ്ട് മുന്നേറാം എന്ന ഓർമ്മപ്പെടുത്തലോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.